നമ്മൾ ജസ്റ്റ് 1 hour മാത്രമേ ആഹാരം കഴിക്കുന്നുള്ളൂ. ബാക്കിയുള്ള 23 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണ്. ഈ 3 days തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 3 kg വരെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ചാലഞ്ച് കൊണ്ട് പറ്റും. അല്ലെങ്കിൽ ജാഗറി, ഹണി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ ആഡ് ചെയ്യാനായിട്ട് പാടില്ല. അതിൽ നിന്ന് നമ്മൾ റെഗുലർ പാറ്റേണിലോട്ട് വരുമ്പോൾ ആ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുറഞ്ഞ വെയിറ്റ് മുഴുവൻ നമ്മൾ റീഗെയിൻ ചെയ്യും. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ഫൈനൽ ഗോളിലോട്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എക്സാക്ട്ലി 3 years മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്ത് നോക്കി ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ചാലഞ്ചാണ് നമ്മൾ ഇനി വരുന്ന 3 ദിവസത്തേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ചാലഞ്ച് എന്ന്. ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കുന്നതും ഇപ്പോഴും ചെയ്ത് നോക്കുന്നൊക്കെ ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആയിരിക്കും ഒമാഡ് ഡയറ്റ് അല്ലെങ്കിൽ 1 meal a day. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. 8-16 പാറ്റേൺ, 10-14 പാറ്റേൺ, 5-2 പാറ്റേൺ, അങ്ങനെ നമ്മൾ ഒരു ഈറ്റിംഗ് വിൻഡോവും ഫാസ്റ്റിംഗ് വിൻഡോ കൂട്ടിയും കുറച്ചും ഒക്കെ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് 24 hours ഡേയിൽ നമ്മൾ ജസ്റ്റ് 1 hour മാത്രമേ ആഹാരം കഴിക്കുന്നുള്ളൂ. ബാക്കിയുള്ള 23 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ ആണ് ഒമാഡ് ഡയറ്റ്. നിങ്ങൾക്ക് ആ ഒരു പേര് തന്നെ മനസ്സിലാവും, 1 meal a day, ഒരു ദിവസം ഒരു മീൽ മാത്രം നമ്മൾ കഴിക്കുക. അപ്പം ഇത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് ഒരുപാട് കാലം നമ്മൾ ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു പാറ്റേൺ അല്ല. പക്ഷെ ഒത്തിരി പേര് 1 മാസം 2 മാസം ഒക്കെ ഇത് ചെയ്ത് നോക്കുന്നവരുണ്ട്. പക്ഷെ അത് ഒട്ടും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു വേ അല്ല. നമുക്കിത് മാക്സിമം എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു 10 days ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ദിവസങ്ങളിലാണ്. അതിന്റെ അപ്പുറത്തോട്ട് പോകാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഇല്ല. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ അസിസ്റ്റൻസ് കിട്ടാതെ നിങ്ങൾ അത് ചെയ്ത് നോക്കാനായിട്ട് പാടില്ല. പിന്നെ ഒമാഡ് ഡയറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇത് എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂലാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് കുറെ കാലങ്ങളായിട്ട് നിങ്ങളുടെ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നില്ല, ഇഞ്ചസ് കുറയുന്നില്ല, നിങ്ങൾ ഡയറ്റും വർക്കൗട്ടും ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒമാഡ് ഡയറ്റ് കുറച്ച് ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതല്ലാതെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു ബ്രേക്ക് കൊടുക്കാനായിട്ട് ആഴ്ചയിൽ 1 ദിവസം, ആഴ്ചയിൽ 2 ദിവസം ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ മന്ത്ലി നമ്മളൊരു ഓവറോൾ മന്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 5 days ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാ മന്തും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മളൊരു ബ്രേക്ക് കൊടുക്കുകയാണ് ഒരുപാട് നേരം നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നതിലൂടെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ഒക്കെ ആയിട്ട് നമ്മൾ ഒമാഡ് ആയിട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ഇതൊരു വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡ് ആയിട്ട് നിങ്ങൾ എന്താ പറയുക ഓപ്റ്റ് ചെയ്ത് ചെയ്യാൻ പാടില്ല. അതായത് ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒമാഡ് ഡയറ്റ് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഓരോ ഡയറ്റിലും ഓരോ പാറ്റേൺസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഓരോ മെത്തേഡ്സ് ഒക്കെ കൊണ്ടുവരുന്നത് അത് നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാനായിട്ടല്ല, അത് നമ്മൾ വൈസ് ആയിട്ട് വേണം ഫോളോ ചെയ്യാൻ. അതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇത് എത്ര കാലം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാം, ഇത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റ് ആവുന്നത്, ഏതൊക്കെ രീതിയിലാണ് സൈഡ് എഫക്ട് വരുന്നത്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു പാറ്റേൺ ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം കാണുമ്പോൾ തന്നെ ഓക്കെ ഇത് ഞാൻ ഒരു 10-60 ദിവസം ഇത് തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും തന്നെ ഇത് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെയാണ് ഒമാഡ് ഡയറ്റ് ചെയ്യാൻ പാടില്ലാത്തത് നമുക്ക് നോക്കാം. അപ്പം അത് 1ാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ പ്രഗ്നന്റ് ആൻഡ് ഫീഡിംഗ് മദേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, പ്രഗ്നൻസി സ്റ്റേജിൽ അല്ലെ ഫീഡിംഗ് സ്റ്റേജിലൊന്നും നമ്മൾ ഒരു തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതല്ല. നമ്മൾ മാക്സിമം ഹെൽത്തി കലോറി ഡെൻസ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത്. ഒരുപാട് നേരം ഫാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ മിൽക്കിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ഒക്കെ എന്താ പറയുക വളരെ മോശമായിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെയുള്ളത് തൈറോയിഡ്, PCOD, ഡയബറ്റീസ്, അതുപോലെ തന്നെ അസിഡിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണ്. അപ്പൊ ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് ഒരുപാട് ദിവസം 10 ദിവസം 20 ദിവസം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ തൈറോയിഡ്, PCOD ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇത് ചെയ്യുവാണെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ അതിന് പകരം നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 1 ദിവസമായിട്ടോ അല്ലെങ്കിൽ മന്ത്ലി നോക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരു 3 days ആയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷെ അസിഡിറ്റി ഉള്ളവർ ഇത് ചെയ്യുമ്പം നിങ്ങൾക്ക് അറിയാലോ, കുറെ നേരം നിങ്ങൾ ഫുഡ് കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അസിഡിറ്റി ഇഷ്യൂസും അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സും ഒക്കെ കൂടാനുള്ള ചാൻസസ് വളരെയധികം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അസിഡിറ്റി ഇഷ്യൂസ് ഉള്ളവർക്ക് ഒരുപാട് നേരം എക്സ്റ്റെൻഡഡ് ഫാസ്റ്റിംഗ് മെത്തേഡ് ഒട്ടും തന്നെ സ്യൂട്ടബിൾ ആയിരിക്കില്ല. പിന്നെയുള്ളത് ടീനേജേഴ്സ് ആണ്. ടീനേജേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇപ്പം തൈറോയിഡിന്റെ കേസിൽ തൈറോയിഡ് PCOD കേസിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് ആഴ്ചയിൽ ഒരു ദിവസമായിട്ടോ അല്ലെങ്കിൽ ഹോൾ ഒരു മന്ത് എടുക്കുമ്പോൾ 3 days ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവരാണെങ്കിൽ സ്ട്രിക്ട്ലി ഒമാഡ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക റിസ്ക് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിലും ഒമാഡ് ഡയറ്റ് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. അതൊക്കെ നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഡയറ്റും ഫോളോ ചെയ്യാനായിട്ട് പാടുള്ളൂ.
അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഒമാ ഡയറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒമാ ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക 24 മണിക്കൂറുള്ള ഒരു ദിവസം നമ്മൾ 1 മണിക്കൂർ മാത്രം ആഹാരം കഴിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി പട്ടിണി കിടക്കുന്ന ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതല്ല. ആ 1 മണിക്കൂറിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ, നല്ല ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ആഹാരങ്ങളാണ് കഴിക്കുക. ജസ്റ്റ് എന്തെങ്കിലും കഴിച്ച് നമ്മൾ ഒമാ ഡയറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അതേപടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹെൽത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒമാ ഡയറ്റ് ചെയ്തു പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പാറ്റേൺ അതേപടി ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഒമാ ഡയറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ബാക്കിയുള്ള ഈ ഒരു 23 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യാണ്. പക്ഷെ ഫാസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കഴിക്കാതെ അല്ലെ ഒന്നും കുടിക്കാതെ ഫാസ്റ്റ് ചെയ്യാന്നുള്ളതല്ല. നമുക്ക് വെള്ളം കുടിക്കാം, 0 കലോറി ഡ്രിങ്കുകളൊക്കെ കുടിക്കാം. എന്തൊക്കെയാണ് കുടിക്കാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു 3 ഡേയ്സ് ചാലഞ്ച് ആണ്. അപ്പോൾ ഈ 3 ഡേയ്സ് ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ചെയ്ത് പരിചയമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു 3 ഡേയ്സ് നിങ്ങൾക്ക് കൂളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് 8-16 പാറ്റേൺ ഒക്കെ ചെയ്ത് പരിചയമുള്ളവർക്കാണെങ്കിൽ. പക്ഷേ നമ്മളൊരു ബിഗിനർ ആണ്, നമ്മൾ ഇതുവരെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആദ്യം ചെയ്ത് നോക്കി 8-16 പാറ്റേൺ ഒക്കെ ഒരു 10 ഡേയ്സ് ഒക്കെ ചെയ്ത് നോക്കി നമ്മുടെ ശരീരം അതിനായിട്ട് ഒന്ന് ഒരുക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെയുള്ള എക്സ്റ്റെൻഡഡ് പാറ്റേണിലോട്ട് കടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഈ 3 ഡേയ്സ് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ 3 kg വരെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ചാലഞ്ച് കൊണ്ട് പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മണിക്കൂറിൽ ഫുൾ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ആഹാരം അല്ലെങ്കിൽ ഒരു ഈറ്റിംഗ് പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഫുൾ മീൽ ആയിരിക്കും നമ്മൾ ആ ഒരു മണിക്കൂർ കൊണ്ട് എടുക്കാനായിട്ട് പോകുന്നത്. അതും അതേപടി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇനി നമുക്ക് ഫാസ്റ്റിംഗ് വിൻഡോയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റാവുന്നത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റിംഗ് വിൻഡോയിൽ ആ ഒരു 23 മണിക്കൂറുകളിൽ നമുക്ക് സേഫ് ആയിട്ട് കുടിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം പ്ലെയിൻ വാട്ടർ ആണ്, 0 കലോറി ആണ്. അതല്ലാതെ നമുക്ക് കുടിക്കാൻ പറ്റാവുന്ന ജീര വാട്ടർ നമുക്ക് കുടിക്കാവുന്നതാണ്. ഹെർബൽ ടീകൾ, അതായത് ഷുഗർ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഷുഗർ അല്ലെങ്കിൽ ജാഗറി, ഹണി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ ആഡ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവും. അതല്ലാതെ പ്ലെയിൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ കുടിക്കാം. അതായത് ജീര വാട്ടർ കുടിക്കാം, സിനമൺ ടീ കുടിക്കാം, നമുക്ക് ഹെർബൽ ടീ കുടിക്കാം, തുളസി വാട്ടർ നമുക്ക് കുടിക്കാം, ബ്ലാക്ക് കോഫി കുടിക്കാം, ബ്ലാക്ക് ടീ കുടിക്കാം. ബുള്ളറ്റ് പ്രൂഫ് കോഫി നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഷുഗർ അവോയ്ഡ് ചെയ്തുകൊണ്ട്, ഷുഗറും മിൽക്കും ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള ഹെർബൽ ടീകളും അതുപോലെ തന്നെ ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, വാം വാട്ടർ, ജീര വാട്ടർ ഒക്കെ തന്നെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. കഴിയുന്നത് ലെമൺ വാട്ടർ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ലെമൺ കുടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഫാസ്റ്റിംഗ് വിൻഡോയിൽ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡ്രിങ്കുകളും ഒരു സ്മൂത്തികളും അല്ലെങ്കിൽ ഒരു ആഹാരങ്ങളും നിങ്ങൾ കഴിക്കാതിരിക്കുക. ഇനി നമ്മൾ ആ ഒരു മണിക്കൂർ നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന മീൽ അല്ലെങ്കിൽ നമ്മുടെ ഈറ്റിംഗ് വിൻഡോയിൽ കഴിക്കാൻ പറ്റാവുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കട്ടെ. വാരി വലിച്ച് നിങ്ങൾ കഴിക്കാതിരിക്കുക, അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നമുക്കൊരു പാറ്റേൺ ഉണ്ടാവും. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് തന്നെ ഈ ഒരു എക്സ്റ്റെൻഡഡ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ അതേപടി തന്നെ ഫോളോ ചെയ്യണം. അപ്പൊ നമ്മളൊരു പ്ലേറ്റ് എങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഫുൾ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഹാഫ് പോർഷൻ എന്തായാലും വെജീസ് ആയിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്, അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ഭാഗം കുക്കഡ് ആയിട്ടുള്ള വെജീസ് എടുക്കാം. അതായത് നമ്മൾ തോരനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. അതിന്റെ മറ്റൊരു ഭാഗം ഒരു 1/4 പ്ലേറ്റ് നിങ്ങൾക്ക് റോ വെജിറ്റബിൾസ് എടുക്കാം. ഈ ഒരു മണിക്കൂർ എപ്പോഴാണ് വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ചിലര് എന്താ പറയാ വൈകുന്നേരം ഒരു 6 to 7 PM ആ ഒരു സമയത്തായിരിക്കും അവരുടെ ഒമാ ഡയറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. ചിലരാണെങ്കിൽ മോർണിംഗ് തന്നെ ബ്രേക്ക് ചെയ്യുന്നവരുണ്ട്, ചിലർ ഉച്ച സമയത്ത് ബ്രേക്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഇത് ചെയ്ത് നോക്കിയ സമയത്ത് ഉച്ച സമയത്താണ് ഞാൻ എന്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ അതൊക്കെ തീരുമാനിക്കേണ്ട നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വിശപ്പ് വരുന്ന പീക്ക് ടൈം ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ആ ഒരു ഈറ്റിംഗ് വിൻഡോ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അത് മോർണിംഗ് സെറ്റ് ചെയ്യാം, ഉച്ചയ്ക്ക് സെറ്റ് ചെയ്യാം, കുറച്ച് ലേറ്റ് ഈവനിങ് ആയിട്ട് സെറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് വരികയാണെങ്കിൽ അതിന്റെ ഹാഫ് പ്ലേറ്റ് വെജീസ് ആയിരിക്കണം. ബാക്കിയുള്ള ഒരു 1/4 പ്ലേറ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നമ്മളൊരു പ്രോപ്പർ ബാലൻസ്ഡ് പ്ലേറ്റ് സെറ്റ് ചെയ്യാറില്ലേ, അതേപോലെ തന്നെ. അപ്പൊ ഈ ഒരു 1/4 പ്ലേറ്റ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് കടല, ചെറുപയർ അല്ലെങ്കിൽ ദാല് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പനീർ, ടോഫു അതുപോലത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിഷ്, എഗ്, ചിക്കൻ ഇതുപോലത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഒരു ചിക്കൻ ഒക്കെ ആണെങ്കിൽ ഒരു 100 grams എടുക്കാൻ പാടുള്ളൂ. ഫിഷ് ആണെങ്കിലും 100 grams, പനീറൊക്കെ ആണെങ്കിലും 100 grams ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ കഴിക്കേണ്ടത്. ബാക്കി നമ്മൾ കടല, ചെറുപയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 6 tablespoon ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെയുള്ള ബാക്കിയുള്ള ഒരു 1/4 പോർഷനകത്ത് നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കാം. മില്ലറ്റ് എടുക്കാം നിങ്ങൾക്ക്, അതല്ലെങ്കിൽ റാഗി എടുക്കാം, റൈസ് എടുക്കാവുന്നതാണ്, വീറ്റ് എടുക്കാവുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് ബാക്കിയുള്ള 1/4 പോർഷനിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പ്ലേറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് കൂടാതെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ആ ഒരു 1 hour ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു 1 hour നമ്മൾ കഴിക്കുന്ന മീലിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ആ ഒരു ഹോൾ മീലിനകത്ത് 1 teaspoon ഹെൽത്തി ഫാറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. അത് ചിലപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്താ പറയുക കോക്കനട്ട് ഓയിലും അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ കുക്ക് ചെയ്യുക. ആ രീതിയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ നിങ്ങൾ എന്താ പറയുക വളരെ ഓയിൽ ഇല്ലാതെ നിങ്ങൾ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ കുക്ക് ചെയ്തതിനു ശേഷം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1 teaspoon ഗീ അല്ലെങ്കിൽ 1 teaspoon വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടീസ്പൂൺ ഗീ ഓർ വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ എക്സ്ട്രാ ഫാറ്റ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
പിന്നെ ഉള്ളത് നമ്മൾ വെജീസ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ തന്നെ പറ്റുവാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 1-2 പീസ് ഫ്രൂട്ടും കൂടെ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അതിപ്പം ആപ്പിൾ ആവാം, ബനാന ആവാം, എന്താണോ നിങ്ങളുടെ കയ്യിൽ സീസണൽ ഫ്രൂട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതൊരു 2 കഷ്ണം, ഒരു ഹോൾ ഫ്രൂട്ട് എടുക്കണം എന്നല്ല പറയുന്നത്. ഒരു ആപ്പിളിന്റെ ആണെങ്കിൽ 2 പീസ്, ഒരു ബനാന ആണെങ്കിൽ ഒരു ഹാഫ് ബനാന, ആ രീതിയിൽ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരു ഓപ്ഷണൽ ആയിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മീലിന്റെ കൂടെ ഒരു ഗ്ലാസ് ബട്ടർ മിൽക്കും കൂടെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇതൊക്കെ തന്നെ നിങ്ങൾ ആ ഒരു മീലിൽ തന്നെ കഴിക്കണം എന്നില്ല. നമുക്ക് 1 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ ചിലപ്പം ഈ ഒരു ഫുഡ് കഴിക്കാൻ നിങ്ങൾ എടുക്കുന്ന സമയം, ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഹാഫ് പ്ലേറ്റ് വെജീസ്, പ്രോട്ടീന്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ആ ഒരു പ്ലേറ്റ് നിങ്ങൾ കഴിക്കാൻ എടുക്കുന്ന സമയം ചിലപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആയിരിക്കും. അപ്പൊ അതിനുശേഷം നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങാനാവുന്നതിന്റെ ആ ഒരു 10 മിനിറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പിന്നെ 2 പീസസ് ഓഫ് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബട്ടർ മിൽക്കും ഒക്കെ കുടിക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കണം ഞാൻ പറയുന്നില്ല. ആ ഒരു 1 അവർ കൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഓപ്ഷൻസ് ഒക്കെ തന്നെ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. ഇനി ഈ ചാലഞ്ച് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം ഹൈഡ്രേഷൻ പാർട്ടിനാണ്. നമ്മൾ ഒരു ദിവസം നമ്മുടെ ബോഡി വെയിറ്റിന് ആപ്റ്റ് ആയിട്ടുള്ള അത്രയും വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. അതായത് 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അപ്പൊ ഞാൻ 50 കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ 2 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ഹൈഡ്രേഷൻ ലെവൽ നിങ്ങൾ തീരുമാനിക്കുക. അത്രയും വെള്ളം നിങ്ങൾ ഈ ഒരു 24 അവേഴ്സിൽ തന്നെ നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ഈ ഒരു 23 അവേഴ്സ് ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ഷീണം, തളർച്ചയൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന പ്ലെയിൻ വാട്ടറിനകത്ത് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് കുടിക്കാനായിട്ട് നോക്കുക. അതായത് ഒരു ഇലക്ട്രോലൈറ്റ് വാട്ടർ ആയിട്ട് നമ്മൾ അതിനെ മാറ്റുകയാണ്. ഒരു പിഞ്ച് സോൾട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യില്ല. പിന്നെ നമ്മൾ ടയർഡ് ആയിട്ട് തോന്നുന്ന സമയത്ത് കുറച്ച് നേരം ഉറങ്ങാനായിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ടോ നിങ്ങൾ നോക്കുക. ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വർക്ക്ഔട്ടിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ വർക്ക്ഔട്ട് ഒരു റുട്ടീൻ ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷേ ഇന്റൻസ് ആയിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്യാതിരിക്കുക. അതായത് ഹിറ്റ് വർക്ക്ഔട്ടും അതുപോലെ തന്നെ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്ക്ഔട്ട് ഒന്നും ചെയ്യാതിരിക്കുക. വളരെ ലൈറ്റ് ഇന്റൻസിറ്റി ആയിട്ടുള്ള വർക്ക്ഔട്ടുകൾ, വാക്കിംഗ് പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാലഞ്ച് ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം സ്ട്രെസ് കൂടുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള, അതായത് നമ്മുടെ ക്രേവിങ്സ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ കഴിയുന്നതും അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ പ്രോപ്പർ സമയത്ത് നിങ്ങൾ ഉറങ്ങാനായിട്ട് നോക്കുക. നിങ്ങളിപ്പം നോർമലി പോകുന്ന ഒരു ടൈമിനേക്കാളും നിങ്ങൾ അതിന് മുമ്പേ ആയിട്ട് തന്നെ ഉറങ്ങാനായിട്ട് നോക്കുക. നന്നായിട്ട് ഉറങ്ങുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലൊരു റെസ്റ്റ് കൊടുക്കാനായിട്ടും നമ്മുടെ ഹങ്കർ ഹോർമോൺസിനെ ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചാലഞ്ച് ഫോളോ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് 3 ഡേയ്സ് എങ്കിലും പ്രോപ്പർ ആയിട്ട് ഒരു സ്ലീപ്പ് റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഇനിയാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ചാലഞ്ച് എന്നുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജി. അതാണ് പലർക്കും അറിയാത്തത്. നമ്മൾ ഇങ്ങനെയുള്ള ചാലഞ്ച് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ലോ കലോറി ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില ഫുഡ് ഓപ്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടൊക്കെ ഒരു പാറ്റേൺ ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു റെഗുലർ പാറ്റേണിലോട്ട് വരുമ്പോൾ ആ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുറഞ്ഞ വെയിറ്റ് മുഴുവൻ നമ്മൾ റീഗെയിൻ ചെയ്യും. അപ്പൊ നിങ്ങൾ ഒമാഡ് ആയിട്ട് 3 ഡേയ്സ് നിങ്ങൾ ഫിനിഷ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾ ഒരു കംപ്ലീറ്റ് ഒരു എന്താ പറയുക 3 മീൽ പെർ ഡേ ആ ഒരു പാറ്റേണിലോട്ട് പോവാതിരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ ഈ ഒരു ചാലഞ്ച് ഒരു 3 ദിവസത്തേക്കാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4th and 5th ഡേ ആകുമ്പോഴേക്കും നിങ്ങൾ ഒരു 2 മീല് അതിന്റെ കൂടെ 1 സ്നാക്കും കൂടെ എടുക്കുന്ന ആ ഒരു പാറ്റേണിലോട്ട് പോവുക. അതായത് നമ്മൾ ആദ്യത്തെ 3 ദിവസം ഒരു മീൽ വെച്ചിട്ട് നമ്മൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് 4th and 5th ഡേ നമ്മൾ 2 മീൽസ് എടുക്കുക, അതിന്റെ കൂടെ നമ്മൾ ഇടനേരത്തെ ഒരു സ്നാക്ക് എടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. പിന്നെ ഗ്രാജുവലി നമ്മൾ 6th 7th ഡേ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഒരു റെഗുലർ പാറ്റേണിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ വെയിറ്റ് നമുക്ക് റീഗെയിൻ ആവില്ല. ഇനി ഇതുപോലെയുള്ള ഡയറ്റുകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ്സ് നോട്ട് എ മാജിക്. ഇതിനകത്ത് ഒരു മാജിക്കും ഇല്ല. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറുള്ള ഒരു പാറ്റേണിൽ നമ്മൾ 23 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്ന, 1 മണിക്കൂർ നമ്മൾ ഈറ്റ് ചെയ്യുന്ന, ആ 1 മണിക്കൂറിൽ നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു കലോറി എന്താ പറയുക, ഒരു കലോറി അളവുണ്ട്, അത്രയും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രീം കലോറി ഡെഫിസിറ്റ് ഫോളോ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒമാഡ് ആയിട്ട് തന്നെ ചെയ്യാതെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊരു ഹോൾ ഡേ നിങ്ങൾ 3 മീൽസ് എടുത്തും ഇടനേരത്തുള്ള സ്നാക്ക് ഒക്കെ എടുത്ത് ഒരു ലോ കലോറി ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ സെയിം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിനകത്ത് ഒരു മാജിക്കും ഇല്ല നിങ്ങൾ മനസ്സിലാക്കാൻ. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്ത് നോക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് റെഗുലർ ആയിട്ട് ചെയ്യാതിരിക്കുക. കാരണം എക്സ്ട്രീം കലോറി ഡെഫിസിറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റെഗുലർ ആയിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ ഒരു 3 ഡേയ്സ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. മാസത്തിൽ ഓൾമോസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 4 ഡേയ്സ് 5 ഡേയ്സ് ഒക്കെ വരെ മാത്രമേ നമ്മൾ ഒമാഡ് ഡയറ്റ് പോലെയുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഫൈനലി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഫിറ്റ്നസ് ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. അതല്ലാതെ ഒരു ഷോർട്ട് കട്ടിനൊന്നും അവിടെ വലിയ പ്രാധാന്യമില്ല. കാരണം നമ്മൾ എല്ലാവരും ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്ത എല്ലാവരും തന്നെ ഈ സെയിം ഓൾഡ് ബോറിംഗ് കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്തിട്ടാണ് അവരുടെ ഐഡിയൽ വെയിറ്റ് അല്ലെങ്കിൽ ഗോളിലോട്ട് റീച്ച് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അവർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഷോർട്ട് കട്ടിലൂടെ അവർ പോയിട്ടുണ്ടാവില്ല.
വൺസിന്റെ വയൽ അവർ പോയിട്ടുണ്ടാവും. ഞാനടക്കം എന്റെ ജേർണിയിൽ ഞാൻ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊട്ടും സസ്റ്റൈനബിൾ അല്ല. നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഒന്നും അല്ലല്ലോ ഇത്. അപ്പൊ അതിനകത്ത് ഷോർട്ട് കട്ട്സ് ഇല്ല എന്ന് മനസ്സിലാക്കുക. സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ ആ ഒരു സെയിം ബോറിംഗ് കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഗോളിലോട്ട് റീച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മടി പിടിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേറ്റഡ് അല്ലാതെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ എപ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ഫൈനൽ ഗോളിലോട്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ഈ ഒരു ഒമാ ഡയറ്റ് ജസ്റ്റ് ഒരു ചാലഞ്ച് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഒട്ടും റെഗുലർ ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മുടെ ബോഡി ഇതുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ഇതിനെ കണക്കാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒമാ ഡയറ്റ് ഒരു 3 days ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു മീൽ പ്ലാൻ താഴെ കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് പ്ലേറ്റ് സെറ്റ് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്ര മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ചാലഞ്ച് ചെയ്ത് നോക്കാം. നിങ്ങളുടെ റിസൾട്ട് താഴെ കമന്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. Day 1 റിസൾട്ടും Day 4 റിസൾട്ടും. Day 1 സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ 4 വെയിറ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ അപ്പോഴുള്ള നിങ്ങളുടെ റിസൾട്ടും താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കാം. അപ്പൊ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.